നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലെ റഫ ഇടനാഴി ഇസ്രയേൽ തുറന്നു. ഗാസയിൽ നിന്ന് പരിമിത എണ്ണം പലസ്തീൻകാർ കാൽനടയായി ഈ വഴി ഈജിപ്തിലേക്ക് പോകാം. യുദ്ധകാലത്ത് ഈജിപ്തിലേക്ക് പോയവരിൽ ചിലർക്കും മടങ്ങിവരാം. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഇടനാഴി തുറന്നത്. ഗാസയിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനുള്ള ഏക വഴിയാണിത്. ആദ്യ ദിവസം ഈജിപ്തിൽ നിന്ന് 50 പലസ്തീൻകാരാണ് ഗാസയിലേക്ക് മടങ്ങിയത്. കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇസ്രയേൽ ഇരുവശത്തേക്കും പലസ്തീൻകാരെ കടത്തിവിടുക. അടിയന്തര ചികിത്സയ്ക്കായി യാത്രാനുമതി തേടി കുട്ടികളടക്കം 20,000 പേരാണ് ഗാസയിലുള്ളത്. ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള റഫ നിലവിൽ പലസ്തീൻകാരെ പൂർണ്ണമായി ഒഴിപ്പിച്ച കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തപ്പെട്ട ഒരു പ്രദേശമാണ്. അതിർത്തി തുറന്നുവെങ്കിലും ഗാസയിൽ വിദേശ മാധ്യമ പ്രവർത്തകർക്കുള്ള ഇസ്രയേലിന്റെ വിലക്ക് തുടരും. ദിവസം 6 മണിക്കൂർ മാത്രം തുറക്കുമെന്നും 150 പേർക്ക് മാത്രം അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് പോകാമെന്നുമാണ് ഇസ്രയേൽ നിർദ്ദേശം. 50 പേർക്ക് ഗാസയിലേക്കും പ്രവേശിക്കാം. 2023 മുതലുള്ള ആക്രമണത്തോടെ ഗാസയ്ക്ക് പുറത്ത് അകപ്പെട്ട ആയിരങ്ങൾ ജന്മനാട്ടിലേക്ക് മടങ്ങി വരാനും കാത്തിരിക്കുകയാണ്. പരിക്കേറ്റ ഗാസ നിവാസികൾക്ക് ചികിത്സ നൽകാനായി ഈജിപ്തിലെ 150ഓളം ആശുപത്രികൾ സജ്ജമായതായി റെഡ് ക്രസന്റ് അറിയിച്ചു. ഇതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ തിങ്കളാഴ്ച ഒരു പലസ്തീൻ കുഞ്ഞുകൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ സന്നദ്ധ സേവനം നടത്തുന്ന അന്താരാഷ്ട്ര വൈദ്യസഹായ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ പ്രവർത്തനങ്ങൾ നിരോധിച്ച് ഇസ്രയേൽ രംഗത്തെത്തിയിരുന്നു. ഫെബ്രുവരി 28-നകം ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും MSF-നോട് ഇസ്രയേൽ ഉത്തരവിട്ടു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിക്കുന്ന മാനുഷിക സഹായ സംഘടനകളുമായുള്ള ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇസ്രയേലിന്റെ പ്രവാസികാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജീവനക്കാരുടെ പേര് വിവരങ്ങളടങ്ങിയ പട്ടിക സമർപ്പിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ സുരക്ഷാ ഉറപ്പുകളില്ലാതെ പേരുകൾ പങ്കുവെക്കുന്നത് പലസ്തീനിലെയും അന്താരാഷ്ട്ര തലത്തിലെയും ജീവനക്കാരെ അപകടത്തിലാക്കുമെന്ന് MSF സംഘടന വ്യക്തമാക്കുന്നു. ഗാസയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ചാരിറ്റികളിലൊന്നിനെ നിരോധിക്കുന്നത് തന്നെ പ്രദേശത്തെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതാണ്. ഡോക്ടർമാരുടെ മരുന്നുകളുടെയും എണ്ണം കുറയുന്നത് കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടാൻ മാത്രമേ ഉപകരിക്കൂ. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ആശുപത്രികൾ ഭൂരിഭാഗവും ഇതിനോടകം തകർന്നു. 2025 മാർച്ചിൽ ഗാസയിലെ ഏക ക്യാൻസർ ചികിത്സാ കേന്ദ്രവും തകർക്കപ്പെട്ടു. നിലവിൽ പരിശോധനാ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത താൽക്കാലിക ക്ലിനിക്കുകളിലാണ് ഡോക്ടർമാർ ജോലി ചെയ്യുന്നത്. അതിർത്തി തുറക്കാൻ വൈകുന്നത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ച കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരുന്ന 28-കാരി ഡാലിയ അബു കാഷിഫും മരണമടഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇതുവരെ 900ഓളം പേർ ചികിത്സയ്ക്കായി അതിർത്തി കടക്കാൻ അനുമതി കാത്ത് നിൽക്കുന്നതിനിടയിൽ മരിച്ചിട്ടുണ്ട്. നേരത്തെ എല്ലാ ബന്ധുക്കളെയും വിട്ടു നൽകിയാൽ മാത്രമേ അതിർത്തി തുറക്കൂ എന്ന വാശിയിലായിരുന്നു ഇസ്രായേൽ. എന്നാൽ കൊല്ലപ്പെട്ട അവസാന സൈനികന്റെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ഈ നിലപാടിൽ മാറ്റം വരികയായിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അതിർത്തി തുറന്നിരിക്കുന്നത്. ഗാസയിൽ പുതിയ ഭരണസമിതിയെ നിയമിക്കലും പുനർനിർമ്മാണവുമാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ചില നല്ല വാർത്തകൾ വരുന്നുണ്ടോ എങ്കിലും ഗാസയിലെ സ്ഥിതി ഇപ്പോഴും അപകടകരമാണ്. ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേൽ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. വെടിനിർത്തൽ വന്നതിനു ശേഷം 509 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1405 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു പുറമെ കനത്ത മഴയും വെള്ളപ്പൊക്കവും അഭയാർത്ഥി ക്യാമ്പുകളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.